ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും 9ാം ക്ലാസ്സുകാർക്കുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ 9ാമത്തെ എപ്പിസോഡാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്, പലിശ, അങ്ങനെ കുറേ ടേമാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുന്ന ഒരു കണക്കിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന 1ാം ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, പൈസയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരു വെറൈറ്റി ചോദ്യമാണ്. കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയെടുക്കാനാണ് പാട്, അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ എ മാൻ ഇൻവെസ്റ്റഡ് 10,000 റുപ്പീസ്. അപ്പോൾ ഒരാൾ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ട പൈസ എത്ര എന്ന് ചോദിച്ചാൽ അയാൾ ബാങ്കിൽ ഇട്ട പൈസ 10,000. ഇനി ബാങ്കിൽ ഇട്ടപ്പോൾ എങ്ങനെയാണ് ഇട്ടത്? മൊത്തത്തിൽ 10,000 കൊണ്ടുപോയാണോ ഇട്ടത്? അല്ല, അതാണ് ആദ്യം മനസ്സിലാക്കുക. അപ്പം ആ വ്യക്തി ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടത് ഏത് രൂപയല്ല, 10,000 എന്നുള്ള രീതിയിലല്ല കൊണ്ടിട്ടത്. എങ്ങനെയാണ്? സ്പ്ലിറ്റ് ഇൻറ്റു 2 സ്കീംസ്. അദ്ദേഹം എന്ത് ചെയ്തു? 2 സ്കീമിലായിട്ടാണ് ഇട്ടത്. എങ്ങനെ? 2 സ്കീമിലായിട്ടാണ്. എന്ന് വെച്ചാൽ പൈസ പകുതി ഒരു സ്കീമിലിട്ടു, പകുതി പൈസ സ്കീമിലിട്ടു. പകുതി എന്നല്ല, വേറൊരു തുക എടുത്തിട്ടു. ഈ 2 തുകയും കൂടെ കൂട്ടിയാൽ മാത്രമേ എത്ര രൂപയാവൂ? 10,000. ഇനി അടുത്ത കണ്ടീഷൻ നോക്ക്. അദ്ദേഹം പൈസ ഇട്ട ആ ആദ്യത്തെ സ്കീമിൽ എത്രയാണ് പലിശ കിട്ടുന്നത്? 8% കിട്ടും. രണ്ടാമത്തെ സ്കീമിൽ അദ്ദേഹത്തിന് എത്ര രൂപ പലിശ കിട്ടും? 9%. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തുനിന്നും കൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വർഷം, ആഫ്റ്റർ 1 ഇയർ ഹി ഗോട്ട് 875 രൂപ എന്തായിട്ട് കിട്ടി? പലിശ എന്നുള്ള നിലയിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ചത്? ഹൗ മച്ച് ഡിഡ് ഹി ഇൻവെസ്റ്റ് ഇൻ ഈച്ച്? ഓരോ സ്കീമിലും എത്രയാണ് ഇട്ടത്? മൊത്തത്തിൽ ഇട്ടത് 10,000 നമുക്കറിയാം. പക്ഷെ ഓരോ സ്കീമിൽ ഇട്ടത് എത്ര രൂപ എന്നാണ് കണ്ടെത്തേണ്ടത്. ചോദ്യം മനസ്സിലായോ? ഇപ്പോൾ ഒരു വ്യക്തി ബാങ്കിൽ പോയി മൊത്തത്തിൽ അയാൾ കൊണ്ടുപോയത് 10,000 രൂപയാണെങ്കിൽ പോലും 8% പലിശ കിട്ടുന്ന ഒരു സ്കീമിൽ ആദ്യമേ കുറച്ച് പൈസ ഇട്ടു, മറ്റൊരു കുറച്ച് പൈസ 9% കിട്ടുന്ന ആ ഒരു സ്കീമിലിട്ടു. രണ്ടിടത്തു നിന്നും അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയ പലിശ 875. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്കീമിലിട്ടത് എത്ര രൂപ, രണ്ടാമത്തെ സ്കീമിലിട്ടത് എത്ര രൂപ? അതാണ് ചോദ്യം. സെറ്റാണ്. ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിലേക്ക് പോകാം. അപ്പം നമുക്ക് എത്ര രൂപയാണ് സ്കീം ഇട്ടേന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ വാചകങ്ങൾ എഴുതി തുടങ്ങുന്നു, നമ്മൾ ഡയലോഗിലേക്ക് പോകുന്നു. അപ്പൊ ഒന്നാമത്തെ ഡയലോഗ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. എമൗണ്ട്, പൈസ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം. ആദ്യത്തെ സ്കീമിൽ ഇട്ട പൈസയെ നമുക്ക് അറിഞ്ഞൂടാ എത്ര രൂപ ഇട്ടേന്ന്. എനിക്കറിയാമോ എത്ര രൂപ കൊണ്ടുപോയി ആദ്യത്തെ സ്കീം ഇട്ടേന്ന്? അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പറയുന്നു X രൂപയാണ് കൊണ്ടിട്ടത് എന്ന് പറയുന്നു. ആദ്യത്തെ സ്കീം എത്ര രൂപ ഇട്ട്? X രൂപ. അങ്ങനെയാണെങ്കിൽ തീർന്നില്ല. രണ്ടാമത്തത് എമൗണ്ട്, അതേ വരി തന്നെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആരോ മാർക്ക് ഇടുക, മേൽ തന്നെ എഴുതി. എന്താ? സെക്കൻഡ് സ്കീം, രണ്ടാമത്തെ സ്കീമിൽ എത്ര രൂപ ഇട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ടിടത്തെയും പൈസ കൂട്ടിയ എത്രയാ? 10,000. ഈ 2 സ്കീമിലെയും കൂടെ പൈസ കൂട്ടിയാ 10,000 അവിടെ. എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സ്കീമിൽ എത്ര ഇട്ടെന്നേ പറയാൻ പറ്റൂ? 10,000-ൽ നിന്നും ആ ആദ്യത്തെ തുക കുറയ്ക്കുന്നത്. ആദ്യത്തെ സ്കീം ഇട്ടാ കുറയ്ക്കുന്നത്. മൊത്തത്തിൽ 10,000. അതിൽ നിന്ന് ആദ്യത്തെ സ്കീമിലിട്ടത് കുറച്ച് കഴിഞ്ഞാൽ എവിടുത്തെ സ്കീമിലെ കിട്ടും? സെക്കൻഡ് സ്കീമിലെ കിട്ടും. സെറ്റാണ്. അപ്പൊ ആദ്യത്തെ സ്കീമിൽ എത്ര രൂപ ഇട്ടു എന്ന് പറഞ്ഞു? X രൂപ. രണ്ടാമത്തെ സ്കീമിൽ എത്ര രൂപ ഇട്ടു? 10,000 മൈനസ് X. എന്തുകൊണ്ടാണ്? 10,000 ആണ് ടോട്ടൽ. അതുകൊണ്ട് 10,000 മൈനസ് X എന്ന് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് നമുക്കറിയാം പലിശ കിട്ടിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ എഴുതണം? ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീം. ആദ്യത്തെ സ്കീമിൽ നിന്നും കിട്ടിയ പലിശ എത്ര? അപ്പൊ ആദ്യത്തെ സ്കീമിലെ പലിശ എത്ര നോക്കൂ മക്കളെ. എത്രയാ ആദ്യത്തെ സ്കീമിലെ പലിശ? 8% ആദ്യത്തെ സ്കീമിലെ പലിശ. എത്ര രൂപയാണ് ആദ്യത്തെ സ്കീം ഇട്ടത്? X രൂപ. നിങ്ങൾക്കറിയാം, ഒരു ബാങ്കിൽ നമ്മൾ 10,000 രൂപ ഇട്ടു, അവിടെ 10% പലിശ എങ്കിൽ എങ്ങനെയാണ് പലിശ കണ്ടുപിടിക്കുന്നത്? 10,000 ഇൻറ്റു 10/100 ചെയ്യും. ഇതൊക്കെ നമ്മൾ ബാങ്കിന്റെ കണക്കുകൾ ചെയ്തതാണ്. 10,000 ഇൻറ്റു പലിശ ചെയ്യും. 10,000 ഇൻറ്റു പലിശ ചെയ്യും. സെയിം കൺസെപ്റ്റ് ഇവിടെ നമ്മൾ X രൂപ ഇട്ടു, അവിടുത്തെ പലിശ നിരക്ക് എത്ര? 8%. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് സ്കീം എത്രയായിരിക്കും? നമ്മൾ ഇട്ട പൈസ എത്രയാണ്? X ഇൻറ്റു എന്ത് ചെയ്യണം? അവിടുത്തെ പലിശ നിരക്ക് എത്രയാണ്? 8%. ദാണ്ട ഇത്രയും ചെയ്യണം. ദാണ്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. ആദ്യത്തെ സ്കീമിൽ നിന്ന് ലഭിച്ച പലിശ. ഓക്കെയാണ്. അപ്പൊ ആദ്യത്തെ സ്കീമിലിട്ട തുക എത്ര? എക്സ് രൂപ. രണ്ടാമത്തെ സ്കീമിലിട്ട തുക എത്ര? 10,000 മൈനസ് എക്സ്. ആദ്യത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ പലിശ എത്ര? എക്സ് ഇൻറ്റു 8/100. സെറ്റ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞില്ലല്ലോ. ഇൻട്രസ്റ്റ് ഫ്രം രണ്ടാമത്തെ സ്കീമിൽ നിന്ന് പലിശ കിട്ടില്ലേ? ഇൻട്രസ്റ്റ് ഫ്രം സെക്കൻഡ് സ്കീം. രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ പലിശ എത്ര രൂപയാണ് നമ്മൾ രണ്ടാമത്തെ സ്കീം ഇട്ടേക്കുന്നത്? 10,000 മൈനസ് എക്സ്. അതിൻ്റെ എത്ര ശതമാനം വരും? 9%. അപ്പോൾ 10,000 മൈനസ് എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ബാങ്കിൽ ഇട്ടേക്കുന്നത്. അവിടുത്തെ പലിശ നിരക്ക് എത്രയാ? 9%. ശതമാനത്തിന് എങ്ങനെ എഴുതുന്നത്? 9% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 9/100 ആണ്. 8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8/100 ആണ്. അതുകൊണ്ടാണ് ദാ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, സെറ്റാണ്. തെറ്റിപ്പോലെ. ഇനി ഒരു കാര്യവും കൂടെ ദാ ഇവിടെ ചെയ്യണം. ദാ ഇവിടെ ഒരു ഗുണനം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ പറ, അവിടെ തന്നെ ഞാൻ ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരം പറ. എന്തോ ഇതിൻ്റെ ഉത്തരം? പറതാ 8x ഇൻറ്റു 8/100 എന്ന് പറഞ്ഞ ഉത്തരം എത്രയായിരിക്കും? പഠിച്ചു വെച്ചോ. 8x/100 ആയിരിക്കും. എത്രയായിരിക്കും? 8x/100. സെറ്റാണ്. ഇനി ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ 9 ഗുണിക്കണം. അത്ര മാത്രമല്ല. ഈ 9 എടുത്തോട്ട് 10,000 ഗുണിക്കണം. 9 എടുത്തുകൊണ്ട് വന്ന് എക്സുമായിട്ട് ഗുണിക്കണം. അപ്പോൾ ഉത്തരം എത്രയാണ്? പറ. 9 ഇൻറ്റു 10,000 എന്ന് പറയുമ്പോൾ 9,000. 90,000 മൈനസ് 9x ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ ബൈ 100 എന്ത് ചെയ്യും? മുഴുവനായി മാറുന്നതാണ് ബൈ 100. സെറ്റാണ്. അപ്പം എന്താ രണ്ട് ഉത്തരങ്ങളും കിട്ടി. 8x/100. ഇവിടെ 90,000 മൈനസ് 9x/100 ആണ് രണ്ടാമത്തെ സ്കീമിലെ എന്ത്? പലിശ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് മക്കളെ ഈ 875? ഈ രണ്ടിടത്തെയും കൂടെ പലിശ കൂട്ടുന്നതാണ് 875. ഇതെല്ലാം ഒരു വർഷത്തെ കണക്കാ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 ആണ്. ഇവിടെയും വർഷം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 ആണ്. അതുകൊണ്ട് അത് നോക്കണ്ട. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പലിശ എത്ര? 875. രണ്ടിടത്തുനിന്നും കിട്ടിയത് എന്ന് പറയുമ്പോൾ ഈ പലിശകൾ കൂട്ടുന്നതല്ലയോ എത്ര? 875. ഓക്കെയാണ്. പലിശ രണ്ടിടത്തുനിന്ന് കിട്ടിയ ടോട്ടൽ പലിശയാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്കീമിൽ നിന്ന് 8x/100 എന്ന് പറഞ്ഞ പലിശ കിട്ടി. പ്ലസ് രണ്ടാമത്തെ സ്കീമിൽ നിന്ന് 90,000 മൈനസ് 9x/100 എന്ന പലിശ കിട്ടി. ഈ രണ്ട് പലിശയും തുകയിൽ പറയുമ്പോൾ എത്ര രൂപയായി? 875. സെറ്റാണ്. അത്രയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ പറ, ഇതൊരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ. ഇതിൻ്റെ അടിയിൽ 100 തന്നെ, ഇതിൻ്റെ അടിയിൽ 100 തന്നെ. അപ്പൊ എന്ത് കൂട്ടായി? മുകളിലുള്ളത് കൂട്ടാനായിട്ട് സാധിക്കും. അറിയാമല്ലോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മുകളിലുള്ളത് കൂട്ടുമ്പോൾ എങ്ങനെ വരും? 8x പ്ലസ് 90,000 മൈനസ് 9x ദ ഹോൾ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 875. സെറ്റാണ്. ഇത്ര എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റുമല്ലോ. അപ്പോൾ ഈസ് ഈക്വൽ ടു 875. കണ്ടല്ലോ, ഈ ബൈ 100 ഒറ്റയടിക്ക് അങ്ങ് മാറും. ഈ മുകളിലുള്ളത് തമ്മിൽ അങ്ങ് കൂട്ടും. കണ്ടല്ലോ, സെറ്റാണ്. അങ്ങനെയാണ് ഫ്രാക്ഷൻസ് കൂട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഈ ബൈ 100 ഇപ്പുറത്തോട്ട് പോയാൽ എന്താവും? ഇൻറ്റു 100 ആയിട്ട് മാറും. ഓക്കെയാണ്. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ 100 അപ്പുറത്തോട്ട് പോയാൽ എന്താവും? ഇൻറ്റു 100. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പറ, അടുത്ത സ്റ്റെപ്പിൽ 8x ബാക്കി എന്തുണ്ട്? പ്ലസ് 90,000 മൈനസ് 9x സമം 875 ഇൻറ്റു 100 ആയിട്ട് മാറും. കണ്ടല്ലോ, ഈ ഇൻറ്റു 100 എവിടെ നിന്ന് വന്നു? ഈ ഡിവൈഡഡ് ബൈ 100 അപ്പുറത്ത് നിന്നപ്പോൾ ഇൻറ്റു 100 ആയി. സെറ്റായി. ഇനി പറ, ഇവിടെ 8x ഉണ്ട്, ഇവിടെ മൈനസ് 9x ഉണ്ട്. എന്തോ ഉത്തരം? ഇതെന്ത് 8x? പ്ലസ് 8x. പ്ലസ് 8x മൈനസ് 9x തമ്മിക്കൂട്ടി എന്താവും? ഇത് തമ്മിക്കൂട്ടി എന്തായിട്ട് മാറും? വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ്. എത്ര എക്സ്? 1x. എന്നിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഉത്തരം മൈനസ് 1x. അതാണ്ട് ഇവർ തമ്മിൽ ചെയ്യുമ്പോൾ മൈനസ് 1x. കൂടെ ആരുണ്ട്? 90,000 കളയല്ലേ? ഈസ് ഈക്വൽ ടു 875 എത്ര പൂജ്യം കൂടെ ഇട്ടാൽ ഏതാണ്ട് ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്തായിട്ട് മാറും? 2 പൂജ്യം എടുത്താൽ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞു. ഇനി കഴിഞ്ഞില്ല. മൈനസ് എക്സ് സമം, കണ്ടല്ലോ, ഈ 1x എന്ന് പറയുന്നത് തന്നെയാണ് മൈനസ് എക്സ്. ഓക്കെ, സമം 87,500 എന്ത് കുറയ്ക്കണം? 9,000 കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് സമം എത്ര കിട്ടും? ഇവർ തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും? നിങ്ങൾ നോക്കുക, 7,500. 7,500 2,500 കൂട്ടി കഴിഞ്ഞാൽ സാധനം ആവുമല്ലോ. അപ്പോൾ 2,500. എന്ത് 2,500? മൈനസ്. എന്തുകൊണ്ടാണ്? ഇത് പ്ലസ് ആണ്. നോക്കി, ഇത് പ്ലസും ഇത് മൈനസും ആണെങ്കിൽ ഉത്തരത്തിൽ വലുതിന്റെ ചിഹ്നം വരും. വലുതിന്റെ ചിഹ്നം ഏതാ? 90,000. അതുകൊണ്ട് എന്ത്? മൈനസ് 2,500. ഇനി ഈ മൈനസും ഈ മൈനസും എന്തായിട്ട് പോവും? ഈ രണ്ട് മൈനസുകൾ എന്താവും? ക്യാൻസൽ ആയി പോവും. നമുക്ക് എന്തെന്ന് പറയാം? എക്സ് ഈസ് ഈക്വൽ ടു 2,500 എന്ന് ധൈര്യമായി പറയാം. അപ്പൊ എന്താണ് മക്കളെ എക്സ് എന്നെടുത്തത്? ഈ എക്സ് എന്നെടുത്തത് എന്താണെന്ന് നോക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് നമുക്ക്
നമുക്ക് കിട്ടി 2500. മീൻസ് ആദ്യത്തെ സ്കീമിൽ ഇട്ട പൈസ എത്രയാണ്? ആദ്യത്തെ സ്കീമിൽ ഇട്ടത് 2500 ആണ്. ആദ്യത്തെ സ്കീമിൽ ഇട്ടത് എത്രയാണ്? 2500. ആദ്യത്തെ സ്കീമിൽ ഇട്ടത് എത്രയാണ്? 2000. അത് കിട്ടി. ഇനി രണ്ടാമത്തെ സ്കീമിൽ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. 10,000 എന്ത് കുറയ്ക്കണം? ഈ 2500 കുറയ്ക്കണം. മീൻസ് 7500. അപ്പോൾ ഓരോ സ്കീമിൽ ഇട്ട പൈസ കിട്ടി. ആദ്യത്തെ സ്കീമിൽ ഇട്ടത് 2500, രണ്ടാമത്തെ സ്കീമിൽ ഇട്ടത് 7500. ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഈ ബാങ്കിലെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. തൊട്ട് മുന്നേ ചെയ്ത ബാങ്കിന്റെ തന്നെ കണക്കാണ്. പക്ഷെ ഇവിടെ 1 ലക്ഷം രൂപയാണ്. 7%, 6%. ഇവിടെ കിട്ടിയ പലിശ 6750. തൊട്ട് മുന്നേ ഉള്ളത് മനസ്സിലായെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് പറ്റും. യാതൊരു സംശയവും വേണ്ട. ഇത് ചെയ്ത് കമന്റ് ആയിട്ട് അറിയിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാവുന്ന ഒരു വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാൻ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ചെയ്യാനുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർ വീഡിയോ കാണുക. അപ്പൊ ചോദ്യം എന്താണ്? when we add 1 to the numerator of a fraction, ഏതോ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഏതോ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുന്നു? ആ ഫ്രാക്ഷനെ ഫ്രാക്ഷൻ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നത്? മുകളിലും താഴെയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ the fraction എന്തെന്ന് എടുക്കുന്നു? x/y. അപ്പൊ നമ്മൾ ആ ഫ്രാക്ഷനെ, ഏതോ ഒരു ഫ്രാക്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ ഫ്രാക്ഷനെ ഞാൻ എന്തെന്ന് എടുക്കുന്നു? x/y. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ആഡ് 1 to the numerator of a fraction. ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനൂടെ 1 കൂട്ടുക, എന്നിട്ട് y ഇടുക കേട്ടല്ല. എന്താണ്? ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടുക. ആഡ് 1 to the numerator എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. അപ്പൊ എന്റെ ഉത്തരം എത്ര? 1/3. സെറ്റാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് വി ആഡ് 1 ടു ദ ഡിനോമിനേറ്റർ ഇൻസ്റ്റഡ്. ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ 1 ആഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തോ x/y+1 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ക് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടുന്നു? 1/4 കിട്ടുന്നു. ഇങ്ങനെ രണ്ട് സമവാക്യങ്ങളുണ്ട്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് ഫ്രാക്ഷൻ? ഈ എക്സും വൈയുമാണ് കണ്ടെത്തേണ്ടത്. എന്നാളൊരു വീഡിയോ ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഫ്രാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഫ്രാക്ഷനിൽ ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാം, ഇത് തമ്മിൽ ഗുണിക്കുന്നതും ഈക്വൽ ആണ് എന്ന് പറയും. 3നെ എടുത്ത് ഇതുമായിട്ടാണ് ഗുണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം 3 × x+1 സമം എന്ത് വരും? 1 × y. കണ്ടല്ലേ? 3 × x+ ആണ്. 3 × x+1 സമം 1 × y. കണ്ടല്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് എഴുതി? ഈ എഴുതി. ഓക്കെ ആണ്, സെറ്റാണ്. ഇനി അടുത്ത അപ്പുറത്തെ ഇക്വേഷനിൽ നിന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ക്രോസ് ചെയ്യാം. 4x സമം 1 × y+1. അപ്പൊ എന്തെന്ന് എഴുതാം? 4x സമം 1 × y+1 എന്ന് എഴുതാം. സെറ്റാണ്. അപ്പൊ രണ്ടിടത്തും എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 3നെ x ആയിട്ട് ഗുണിക്കും, 3നെ 1 ആയിട്ട് ഗുണിക്കും എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 3x + 3 സമം എന്തെന്ന് വരും? y. അപ്പുറത്തോ 4x സമം y+1. എന്തുകൊണ്ടാ? 1നെ ഏതൊരു സംഖ്യയായിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ y+1. ഇവിടെ ഉത്തരം കിട്ടിയേക്കുന്ന y ആണ്, പക്ഷെ ഇവിടെ 4x ആണ്. അതുകൊണ്ട് അതിനെ തിരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമാവൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ y-ക്ക് ഒരു ഇക്വേഷൻ എടുക്കുന്നു. y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4x - 1 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കാം. ആ രണ്ട് ഇക്വേഷന്റെ ഏത് സൈഡ് ഈക്വൽ ആണ്? ഇവിടെയും y. അങ്ങനെയാണെങ്കിൽ ഏത് ഈക്വൽ ആയിരിക്കും? അതിന്റെ വലത്തെ സൈഡുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. വേണമെങ്കിൽ ഇക്വേഷൻ തിരിച്ചെഴുതിയാൽ മതി കേട്ടോ. അതൊന്നും നോക്കണ്ട. ഇവിടെയും y ഉണ്ടെങ്കിൽ ഈ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3x + 3 സമം എന്തെന്ന് എഴുതാം? 4x - 1 എന്ന് എഴുതാം. ഇനി ചിലവരിപ്പോൾ എന്നെ ഇത് പറയും, അതുകൊണ്ട് ഞാനൊന്ന് എഴുതി കാണിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ കണക്ക് തെറ്റാണെന്ന് പറയാനുള്ള ചാൻസ് വളരെ കൂടുതൽ. എനിക്കറിയാം. y = 3x + 3 എന്ന് എഴുതുന്നു, എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഇവിടെയും y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ എന്താവും? ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ ഓക്കെയാണ്. അപ്പൊ ഈ സ്റ്റെപ്പ് എഴുതിയത് മനസ്സിലായല്ലേ? y ആയതുകൊണ്ട് അപ്പുറത്തെ രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 3x-നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് പറയുമ്പോൾ 3x-നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4x - 3x. ഇവിടെ 3 ഉണ്ടായിരുന്നു, +1. ഈ -1 ഇപ്പുറത്ത് കൊണ്ടുപോയി +1 ആയിട്ട് മാറും.
എന്ന് പറയുമ്പോൾ ദാ ഈ സ്റ്റെപ്പ് ആദ്യം എഴുതുന്നത് 4x 3x കൂടെ കുറച്ച് എത്ര എക്സ് 4x 3x കൂടെ കുറച്ച് എന്തുവാ എക്സ് എക്സ് സമയം എത്ര കിട്ടും 4 എക്സിന്റെ വാല്യൂ കിട്ടി എക്സിന്റെ വാല്യൂ എത്ര 4 എക്സിന്റെ വാല്യൂ എത്ര 4 എന്നിട്ട് y കണ്ടുപിടിക്കാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു y സമം 3x പ്ലസ് 3 ആണെന്ന് നമുക്കറിയാം y സമം 3 ഇൻറ്റു 4 പ്ലസ് 3 ആണെന്ന് അറിയാം അപ്പോൾ y സമം എത്ര 4 3 12 15 അപ്പോൾ ദാ y-യുടെ വാല്യൂ കിട്ടി 15 എക്സിന്റെ വാല്യൂ കിട്ടി 4 അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ പറ നമ്മുടെ ഫ്രാക്ഷൻ ഏതാ ഫ്രാക്ഷൻ സമം 4/15 ആണ് നമ്മുടെ ഫ്രാക്ഷൻ ഈ ക്വസ്റ്റ്യന്റെ ഫ്രാക്ഷന്റെ ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിക്കുന്നവരുടെ ഉത്തരം പറയുന്നു 4/15 ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എല്ലാ ദിവസവും വരിക ഈ 8 വീഡിയോ കാണാത്തവരും കാണുക നന്നായിട്ട് പഠിക്കുക മിടുക്കരായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു